എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവമുണ്ട്. നാദാപുരം ഭാഗത്തുനിന്ന് ഒരു MDMA പിടിച്ചു. വലിയ ക്വാണ്ടിറ്റിയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല നിയമം അനുസരിച്ച്. പക്ഷേ പിടിച്ചെടുത്ത് നിന്ന് വലിയ ക്വാണ്ടിറ്റി സ്റ്റേഷനിൽ എത്തുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിന്റെ ക്വാണ്ടിറ്റി മുടക്കത്രയാ 15 ലക്ഷം രൂപ. പോലീസിന് തീർന്നു. എക്സൈസിന് പൈസ കൊടുത്താൽ, പോലീസിന് പൈസ കൊടുത്താൽ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർ മുഴുവൻ കൈക്കൂലി വാങ്ങിയിട്ട് ഈ രാജ്യത്ത് മുഴുവൻ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ കയറിയിട്ട് നമ്മൾ ഭയങ്കര ഏറ്റെടുക്കലാണല്ലോ മയക്കുമരുന്ന് പ്രതിജ്ഞ. അവിടെ പോലീസിന്റെ പണിയാണ്, അവരത് ചെയ്യേണ്ടത്, നമ്മളല്ല. പോലീസ് പിടിക്കാൻ അവർക്ക് കഴിയാതെ പോകുമ്പോ, നിയമം ദുർബലമാകുമ്പോ, അവർക്കതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോ നമ്മൾ ഉടനെ മുഖ്യമന്ത്രി നാട്ടുകാരെ തലയിടുക. ഇതിലേറ്റവും വലിയ പരാജയം ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മയക്കുമരുന്ന് പാക്ക് ചെയ്യുന്നവരെ പിടിച്ചു. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളുടെ ഫ്രണ്ട് പേജ്. എന്തായി അത്? അവസാനം എന്തായി? എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ഫുൾ SFI-ക്കാർ ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ജാമ്യത്തിന് ബുദ്ധിലേക്ക് വിട്ടു. അവരൊക്കെ രക്ഷപ്പെട്ടു. ഈ രാജ്യം ഭരിക്കുന്ന പോലീസ്, ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് മയക്കുമരുന്ന് വരുമ്പോ സർക്കാർ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാരും കൂടി നേരിടേണ്ട കാര്യമല്ലേ? എന്തെല്ലാരും കൂടി നേരിടേണ്ട കാര്യം? നമുക്ക് നേരിടാൻ പറ്റുമോ? രാജ്യത്തെ നിയമമല്ലേ നേരിടേണ്ടത്? പോലീസല്ലേ നേരിടേണ്ടത്? അപ്പൊ ഒരു വലിയ ഒരു സൗഹൃദമാണ്.